ഹായ്, എല്ലാവർക്കും ബ്യൂട്ടി ഓഫ് പെറ്റൽസിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ഷീജയാണേ. ഈ ചെടി കണ്ടോ, എന്താണെന്ന് മനസ്സിലായോ? ഇത് കുറേ പേർക്കൊക്കെ അറിയാം, എങ്കിലും കുറച്ച് പേർക്ക് അറിയില്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ആവുമെന്ന് വിചാരിക്കുന്നത്. ഇത് നമ്മുടെ വയലിലൊക്കെ കിടക്കുന്ന ഒരു സൈസ് ചെടിയാണ് കേട്ടോ. ഇതിനെ വയൽ ചീര എന്നാണ് അറിയപ്പെടുന്നത്. കാൻകോം എന്നും ഇതിന് വേറെ പേരുണ്ട്. ഇത് നമുക്ക് ഇലക്കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ചൂടൊക്കെ ആയപ്പോഴത്തേന് ഇതിൻ്റെ കുറേ തണ്ടുകളൊക്കെ കരിഞ്ഞു പോയി. പക്ഷെ എന്നാലും നല്ല രീതിയിൽ വളരുന്നതാണ് കേട്ടോ. ഈർപ്പമുള്ള സ്ഥലത്ത് ധാരാളമായി വളരുന്നൊരു ചെടിയാണിത്. ഇത് നമ്മൾ ഇളം തണ്ടുണ്ടല്ലോ, ഇവിടം വെച്ച് മുറിച്ച് നമുക്കിത് തോരൻ വെക്കാം, പിന്നെ പരിപ്പിനകത്തിടാം. അങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട് ഈ ചെടി കൊണ്ട് കേട്ടോ. ഇതിനൊരു വെള്ളപ്പൂവാണ് ഉണ്ടാകാറുള്ളത്. ഇത് നമുക്ക് മണ്ണിൽ നടാവുന്നതാണ്. ഇതുണ്ട്, ഇതതിൻ്റെ അരിയാണ് കേട്ടോ. ഓക്കെ, ഞാനത് പൊളിച്ചതാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ നിത്യവഴുതനയുടെ അരിയുടെ പോലെ തന്നെ ഷേപ്പാണ്, എങ്കിലും അതിൽ ചെറിയതാണിത്. ഇതാണ് അതിൻ്റെ അരി. ഇതാണ് അതിൻ്റെ പൂവ്. തണുപ്പ് സമയമാകുമ്പോൾ നിറയെ പൂവ് ഉണ്ടാകാറുണ്ട്. ഒരു വെള്ള കളറിലെ കോളാമ്പി പൂവാണ് കേട്ടോ. ഇത് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചത് ഇതിനകത്തിൽ ആഡ് ചെയ്തതാണ്. കണ്ടോ, ഒരു ചെറിയ തൈ കിളിർത്ത് വരുന്നുണ്ടോ? അത് അരി വീണ് കിളിർത്തതാണ്. പെട്ടെന്ന് വളരുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇത് കളയാണെന്ന് കേട്ടോ. ഇത് കളയൊന്നുമല്ല, ഇത് നല്ലൊരു ചീരയാണ്. ഇതിന് വെള്ളച്ചീര, വയൽ ചീര, കുളച്ചീര എന്നൊക്കെയുണ്ട് പേര് കേട്ടോ. ഇതിൻ്റെ ഇല കണ്ടോ? ഇതിപ്പം നമ്മൾ മുറിച്ച് കളഞ്ഞാൽ മതി. ഞാനങ്ങനെ 2 മൂട് വെച്ചിട്ടുണ്ട്. ഞാൻ നല്ലപോലെ ഉപയോഗിക്കാറുള്ള ഒരു ചീരയാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. ഇത് നമ്മൾ ഒരു മൂട് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള ഇലക്കറി കിട്ടും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഇലക്കറി ഉൾപ്പെടുത്താൻ പറ്റും. എന്താ കണ്ടോ, ഇത് വെള്ളത്തിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. മണ്ണിൽ നട്ടിട്ട് നിറയെ വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ഇത് ബ്രഹ്മിയാണ് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് നടാം. ഹോളില്ലാത്ത ചട്ടിയിൽ മണ്ണിൽ നട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ വേറെ രീതിയിൽ മണ്ണിൽ മാത്രമായിട്ട് നട്ടിരിക്കുന്നതാണ്. ഇതിങ്ങനെ 2 രീതിയിലും നമുക്കിത് നടാവുന്നതാണ്. 365 ദിവസവും ഇതിൻ്റെ ഇല നമുക്ക് എടുക്കാം. അല്ലാതെ കർക്കിടകത്തിലോ അങ്ങനെയൊന്നുമില്ല. എപ്പം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണിത് കേട്ടോ. നല്ല ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും. വളരെ പോഷക സമൃദ്ധമായ ഒരു ഇലക്കറിയാണിത്. ഇതൊരു മൂട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാകും. ചീര പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല കാറ്റാണ് കേട്ടോ പുറത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ, ഇത് നല്ല രീതിയിലുണ്ട് കണ്ടോ. ഇത് ഞാൻ ഒരു മൂട് പറിച്ച് വെള്ളത്തിൽ നട്ട് വെച്ചതാണ്. ഇത് നമ്മുടെ ബ്രഹ്മിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബ്രഹ്മി എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ബ്രഹ്മിയുടെ പൂ കണ്ടോ. ഈ ചെടിക്ക് അധികം വളമൊന്നും ആവശ്യമില്ല കേട്ടോ. ഇടയ്ക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ സാധാരണ ചീര വെക്കുന്ന പോലെ ഇതിന് അസുഖങ്ങളൊന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ വളത്തിൻ്റെ ആവശ്യമില്ല. ഡെയിലി ഒന്ന് നനച്ചു കൊടുത്താൽ മതി. ഈർപ്പമുള്ള മണ്ണ് വേണമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നിഷ്പ്രയാസം വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു ഇലക്കറിയാണിത്. 365 ദിവസം നമുക്കിത് വിളവെടുക്കാനും പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ നല്ലപോലെ വീട്ടിൽ ഉപയോഗിക്കുന്നൊരു ഇലക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാൽ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ചില ചീരയ്ക്കൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ, ഇതിനങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ തണ്ടൊക്കെ കരിഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ ഈ തണുപ്പാകുന്ന സമയത്തേക്ക് ഇത് ആർത്ത് കയറി ഇങ്ങി വരും. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ചേമ്പിൻ്റെ കൂടെയും അതുപോലെ തന്നെ മറ്റേ ചീരയുടെയൊക്കെ നല്ലതുപോലെ ഉപയോഗിക്കാറുണ്ട്. ഇത് തേങ്ങ ഇട്ടൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ എളുപ്പം തണ്ട് നോക്കി വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്, കറിയൊക്കെ വെക്കാനായിട്ട്. ഇവിടെയൊക്കെ വെച്ചിട്ട് ഞാൻ മുമ്പ് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് മുറിച്ചെടുത്താൽ മതി. ഇച്ചിരി തണ്ട് കനമുള്ളത്, ഇതേപോലത്തെ തണ്ട് കനമുള്ളത് കിട്ടുവാണെങ്കിൽ എടുത്ത് വെള്ളത്തിൽ ഇട്ട് ഇതിന് വേര് വന്ന് കഴിയുമ്പം
നിങ്ങൾക്കത് നടാവുന്നതാണ്. വെള്ളത്തിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് മണ്ണിൽ നടാവുന്നതാണ്. ഇത് നമ്മുടെ വയലിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ്. ഇത് ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഇതിൻ്റെ ഗുണങ്ങളോ അല്ലെങ്കിൽ ഇതെന്താണെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചേ. ഇതിവിടെ ലുലുവിലും സഫാരിയിലും ഒക്കെ മേടിക്കാൻ കിട്ടാറുണ്ട്. നല്ല വിലയാണിത് കേട്ടോ. ഒരു പിടിക്കൊക്കെ ഇവിടുത്തെ 4-5 റിയാലാണ്. നമ്മുടെ ചീര പോലെ തന്നെ നല്ല വിലയുള്ളൊരു ഇലക്കറിയാണിത് കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ ഞാനൊരു തണ്ട് എടുത്ത് നട്ടതാണ്. കടയിൽ നിന്ന് മേടിച്ച കൂട്ടത്തിൽ ഒരു തണ്ട് എടുത്തിട്ട് നട്ടിട്ട് ഇതിൽ നിന്നെടുത്താണ് ഇത് തണ്ട് നട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള ഇലക്കറികളൊക്കെ നമ്മുടെ സഫാരിയിലും ലുലുവിലും ഒക്കെ മേടിക്കാൻ കിട്ടാറുണ്ട്. അപ്പം മൂത്ത തണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ ഞാനിങ്ങനെ നട്ട് നോക്കാറുണ്ട്. അങ്ങനെ നട്ട് നോക്കിയതാണ് ഇത് കേട്ടോ. ഇതിൻ്റെ അരി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അരി ഇട്ടാലും നല്ലപോലെ കിളിർക്കും. ഇതാണ് അതിൻ്റെ അരി. ഇതിനെല്ലാ ദിവസവും നനച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല വെയിൽ വേണമെന്നൊന്നുമില്ല, എന്നാലും ഇടയ്ക്ക് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ നല്ലപോലെ വളർന്നു വരും. ഇത് നിങ്ങൾക്ക് ഭാഗികമായിട്ട് വെയിൽ കിട്ടുന്ന ഷെയ്ഡിൽ വെച്ചാണെങ്കിലും ഇത് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവരും ഇതൊരു ചട്ടിയിലൊന്ന് നട്ട് നോക്കണം കേട്ടോ. എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ അവിടെ എന്താണ് ഈ ചെടിക്ക് പറയുന്നത്, നിങ്ങളിത് ഉപയോഗിക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്കും അറിയാൻ പറ്റുമല്ലോ. നിങ്ങൾക്കറിയാവുന്ന അറിവുകളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് പറയണം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം, എന്നാലേ ഇനിയും ഇടുന്ന വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്